അവസാനിപ്പിക്കാൻ ഇറാൻ അമേരിക്ക ധാരണ. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ നാളെ ഖത്തറിൽ ചർച്ച നടത്തും. ഹോർമുസ് കടലിടുക്കിലെ പുതിയ തർക്കം പരിഹരിക്കാനാണ് ചർച്ച. സുരേഷ് വെള്ളിമുറ്റം ദുബായിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുരേഷ്, ഓരോ ദിവസവും സമാധാനം പുനഃസ്ഥാപിക്കും, കരാറായി, ധാരണയായി എന്ന് നമ്മൾ കേൾക്കും. പക്ഷേ 24 മണിക്കൂറിന്റെ ആയുസ് പോലും അതിനുണ്ടാകുന്നില്ല. ആര്യ, തീർച്ചയായും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനം വലിയ ആശ്വാസം നൽകുന്നതാണ്. കാരണം കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ശക്തമായിട്ടുള്ള ആക്രമണം ഹോർമൂസിലും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലും ഇരുപക്ഷവും നടത്തുന്നുണ്ട്. ആദ്യ ആക്രമണം നടത്തിയത് ഇറാൻ ആയിരുന്നു. ശക്തമായിട്ടുള്ള ആക്രമണം സിംഗപ്പൂർ കപ്പലിന് നേരെ ഇറാൻ നടത്തുകയും 4 ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. അതിന് പ്രതികാരം എന്നോണം അമേരിക്ക അതിഭീകരമായിട്ടുള്ള ആക്രമണം ഹോർമൂസിൽ നടത്തുകയും അതോടൊപ്പം തന്നെ ഇറാന്റെ തെക്കൻ ഭാഗങ്ങളിൽ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുകയും ചെയ്തു. ഇതൊക്കെ തിരിച്ചടിയായി കുവൈറ്റിലും ബഹ്റൈനിലും ഒക്കെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. മാത്രമല്ല, ഖത്തറിൽ ഇന്നലെ ഒരു നാവികന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ സംഘർഷം കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഈ മേഖലയിലുണ്ട്, ഹോർമൂസിലും അതോടൊപ്പം തന്നെ ഈ ഗൾഫ് മേഖലയിലും ഒക്കെ. ഇത് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ ബഹ്റൈനൊക്കെ ആവശ്യപ്പെട്ടിരുന്നു അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ താൽക്കാലികമായ ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണം സംഘർഷം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഇരുപക്ഷവും വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായി നാളെ ഖത്തറിൽ ചർച്ച നടത്താമെന്നാണ് ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലെത്തിയിട്ടുള്ളത്. ഖത്തറിൽ തലസ്ഥാനമായിട്ടുള്ള ദോഹയിലായിരിക്കും ചർച്ച നടത്തുക. ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനം ചർച്ചയാകാൻ പോകുന്ന ഒരു വിഷയം ഹോർമൂസ് ആണ്. കാരണം ഹോർമൂസിൽ ഒരു ബദൽ പാത ഐക്യരാഷ്ട്രസഭയും ഒമാനും ചേർന്ന് ഒമാന്റെ തീരത്തോട് ചേർന്ന് നടത്തിയിരുന്നു. ആ പാത തുറന്ന 3 ദിവസത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 2500ഓളം നാവികരെയും 110 കപ്പലുകളും അതിലെ കടത്തിവിടാൻ കഴിഞ്ഞു എന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. കാരണം ഇങ്ങനെ ഒരു പാത ഹോർമൂസിൽ വന്നു കഴിഞ്ഞാൽ ഇറാന്റെ അപ്രമാദിത്വം ആ മേഖലയിൽ നഷ്ടമാകും. ഇറാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരും. ടോള് അല്ലെങ്കിൽ ഫീസ് എന്ന് പറയുന്ന നിലയിലേക്കൊന്നും കാര്യങ്ങൾ പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ബദൽ പാത അത് ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ഇറാന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് അതിലൂടെ പോകുന്ന കപ്പലുകളൊക്കെ ആക്രമിച്ചത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാളെ ഒരു സമാധാന ചർച്ച നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അത് വലിയ പ്രതീക്ഷയും നൽകുന്നുണ്ട്.